നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും പദപരിചയമാണ് നോക്കുന്നത്. SCERT പാഠഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ള വാക്കുകളും അവയുടെ അർത്ഥങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. അകളങ്കം എന്താണ്? കളങ്കമില്ലാത്തതാണ് അകളങ്കം. എന്താണ്? അകളങ്കം എന്താണ്? കളങ്കമില്ലാത്തതാണ് അകളങ്കം. അഖണ്ഡം എന്താണ്? അഖണ്ഡം എന്താണ്? ഭിന്നിക്കാത്തതാണ് അഖണ്ഡം. അഖണ്ഡം എന്താണ്? ഭിന്നിക്കാത്ത. അച്ചാരം. അച്ചാരം എന്താ? ഉറപ്പിനായി മുൻകൂർ നൽകുന്ന പണമാണ് അച്ചാരം. എന്താണ് അച്ചാരം? ഉറപ്പിനായിട്ട് മുൻകൂർ നൽകുന്ന പണമാണ് അച്ചാരം. അഞ്ചുക എന്താ? അഞ്ചുക എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക എന്നർത്ഥമുണ്ട്, പേടിക്കുക, പതറുക അല്ലെങ്കിൽ തോൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് അഞ്ചുക എന്ന് പറയുന്ന പദത്തിനുള്ളത്. എന്താണ്? തോൽക്കുക, പതറുക, പേടിക്കുക, ലജ്ജിക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ് അഞ്ചുക എന്ന പദത്തിനുള്ളത്. അടിയാധാരം. എന്താണ് അടിയാധാരം? മുന്നാധാരം അല്ലെങ്കിൽ ഒരു പ്രമാണത്തിന് അടിസ്ഥാനമായിട്ടുള്ള രേഖ, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് അടിയാധാരം എന്ന് പറയുന്നത്. അദ്രി എന്താണ്? അദ്രി പർവ്വതമാണ്. അദ്രി എന്താണ്? പർവ്വതം. അദൃശ്യത എന്താണ്? അദൃശ്യത എന്താ? ജയിച്ചുകൂടാത്ത, കീഴടക്കാനാവാത്ത, തോൽപ്പിക്കാനാവാത്ത തുടങ്ങിയ അർത്ഥങ്ങളൊക്കെയാണ് അദൃശ്യത എന്നുള്ള പദത്തിനുള്ളത്. അദൃശ്യത എന്താണ്? ജയിച്ചുകൂടാത്ത, കീഴടക്കാനാവാത്ത, തോൽപ്പിക്കാനാവാത്ത, അങ്ങനെയൊക്കെയുള്ള അർത്ഥം. അന്തമറ്റ എന്താണ്? അന്തമറ്റ എന്നാൽ അവസാനമില്ലാത്ത. എന്താണ്? അന്തമറ്റ, അവസാനമില്ലാത്ത. അപജയം എന്താണ്? അപജയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നാശം അല്ലെങ്കിൽ താഴ്ച, അതൊക്കെയാണ് അപജയത്തിൻ്റെ അർത്ഥം. അപരതലം എന്താണ്? അപരതലം എന്നാൽ മറ്റൊരു വശം, പിൻവശം, അങ്ങനെയൊക്കെയാണ് അപരതലത്തിൻ്റെ അർത്ഥം. അപശങ്കം എന്താണ്? അപശങ്കം എന്നാൽ ശങ്ക കൂടാതെ അല്ലെങ്കിൽ സംശയം കൂടാതെ തുടങ്ങിയ അർത്ഥങ്ങളാണ് അപശങ്കം എന്ന പദത്തിനുള്ളത്. അഭിവൃദ്ധി എന്താണ്? അഭിവൃദ്ധി വളർച്ച. അഭിവൃദ്ധി എന്നാൽ വളർച്ചയാണ്. അമ്മമഹി അമ്മയാകുന്ന ഭൂമിയാണ് അമ്മമഹി. എന്താണ് അമ്മമഹി? അമ്മയാകുന്ന ഭൂമി. അരപ്രൈസ് എന്താണ്? അരപ്രൈസ്. അരപ്രൈസ് തിണ്ണയാണ് കേട്ടോ, തിണ്ണ. അരുണാംശു. അരുണാംശു എന്നാൽ ചുവന്ന രശ്മി എന്നാണ് അരുണാംശുവിൻ്റെ അർത്ഥം. അർദ്ധിക്കുക എന്താണ്? അപേക്ഷിക്കുക. അല്ലൽ. അല്ലൽ എന്താണ്? അല്ലൽ ദുഃഖമാണ്. അല്ലൽ എന്നാൽ ദുഃഖം. ആർദ്രത. ആർദ്രത എന്നാൽ അലിവ്. ആർദ്രത എന്താണ്? അലിവ്. ആലേഖനം. ആലേഖനം ചെയ്യപ്പെടുക എന്ന് കേട്ടിട്ടില്ലേ? എഴുത്ത്, രേഖ, അതൊക്കെയാണ് ആലേഖനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആവാസം എന്താണ്? പാർപ്പിടം അല്ലെങ്കിൽ വീട് എന്നാണ് ആവാസം എന്ന പദത്തിൻ്റെ അർത്ഥം. ആശു. ആശു എന്താണ്? പെട്ടെന്ന്. ആശു എന്നാൽ പെട്ടെന്ന്. ആസ്യം. ആസ്യം എന്നാൽ മുഖമാണ്. ആസ്യം എന്താണ്? മുഖമാണ്. ഇച്ഛ. ഇച്ഛ എന്താണ്? ആഗ്രഹമാണ് ഇച്ഛ. ഉന്മിഷത്ത്. ഉന്മിഷത്ത് എന്നാൽ തുറന്ന, പ്രകാശിച്ച മുതലായ അർത്ഥങ്ങളാണ് ഉന്മിഷത്തിനുള്ളത്. ഉന്മുഖം എന്താണ്? ഉന്മുഖം എന്ന് പറഞ്ഞാൽ മേൽപോട്ട് നോക്കുന്ന, ഉയർത്തപ്പെട്ട മുഖത്തോടെ, അതൊക്കെയാണ് ഉന്മുഖം. ഉപജീവനമോ? ജീവിക്കാൻ ആവശ്യമായതാണ് ഉപജീവനം. എന്താണ് ഉപജീവനം? ജീവിക്കാൻ ആവശ്യമായതാണ്. ഊട്ടുക. ഊട്ടുക എന്നാൽ ഭക്ഷണം കഴിപ്പിക്കുകയാണ് ഊട്ടുക. ഊരുചുറ്റൽ. ഊരുചുറ്റൽ എന്താ? നാടു ചുറ്റലാണ് ഊരുചുറ്റൽ. ഒത്താശ. ഒത്താശ എന്നാൽ താങ്ങ്, ആനുകൂല്യം നൽകൽ മുതലായവയാണ് ഒത്താശ. ഓതി. ഓതി എന്നാൽ പറഞ്ഞു. ഓതി എന്താണ്? പറഞ്ഞു. കരപുടം. കരപുടം എന്നാൽ കൈക്കുമ്പിളാണ്. കരപുടം എന്താണ്? കൈക്കുമ്പിൾ. കാതൽ. കാതൽ എന്നാൽ കരുത്ത്, ഉൾക്കട്ടി മുതലായ അർത്ഥമാണ്. മരത്തിന് നല്ല കാതലാണെന്ന് പറഞ്ഞാൽ ആ മരത്തിന് നല്ല ഉൾക്കട്ടിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ തടിക്ക് നല്ല കാതലാണ്, അപ്പോൾ ആ തടിക്ക് നല്ല ഉൾക്കട്ടി ഉണ്ടെന്നാണ്. അപ്പോൾ കാതൽ എന്താണ്? കരുത്ത്, ഉൾക്കട്ടി. അപ്പോൾ ഇതിലെ ഒരുപാട് പദങ്ങൾ നേരത്തെയും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ആർദ്രത ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? കാതൽ ചോദിച്ചിട്ടുള്ളതാണ്.
അദ്രി ചോദിച്ചിട്ടുള്ളതാണ്, അപചയം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പദങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. ആവർത്തിച്ച് എന്താ കേൾക്കാൻ ശ്രമിച്ചാൽ മതി. അതോട് കൂടിയിട്ട് ഈ പദങ്ങൾ നന്നായിട്ട് മനസ്സിൽ തറഞ്ഞോളും.